സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ RSSന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഇന്ത്യയിലെ ഏക BJP ഇതര മുഖ്യമന്ത്രിയാണ് VD സതീശൻ. RSSന്റെ ആജ്ഞയനുസരിച്ച് വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടത് VD സതീശന്റെ സത്യപ്രതിജ്ഞാ വേളയിലാണ്. ഒരക്ഷരം കൊണ്ടുപോലും അദ്ദേഹം ലോക് ഭവനെ അതൃപ്തി അറിയിച്ചില്ല. ഈ നയപ്രഖ്യാപനം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പകർത്തിയെടുത്തതാണ്, ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പില്ല. ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്. RSS ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു, എല്ലാ ചടങ്ങുകളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ദേശീയ നേതാക്കൾ തീരുമാനിച്ചത് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം ദേശീയ ഗീതമായി ആലപിക്കുന്ന, ആർക്കും അതിൽ എതിർപ്പില്ല. വന്ദേമാതരം ഒരു കുഴപ്പമില്ല. എന്നാൽ ഇവരിപ്പോ അതിനെ ഏറ്റെടുത്തിട്ട് പറയുകയാണ് ഇത് പൂർണ്ണതോതിൽ ആലപിക്കണം. കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി RSSന്റെ ആജ്ഞയനുസരിച്ച് വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടത് VD സതീശന്റെ സത്യപ്രതിജ്ഞാ വേളയിലാണ്. ഒരക്ഷരം കൊണ്ടുപോലും അദ്ദേഹം ലോക് ഭവനെ അതൃപ്തി അറിയിച്ചില്ല. ഉടനെ നാഗ്പൂരിൽ നിന്നും പുറത്തിറങ്ങുന്ന RSSന്റെ മുഖപത്രമുണ്ട്. ആ മുഖപത്രത്തിന്റെ പേര് ഓർഗനൈസർ എന്നാണ്. ഓർഗനൈസറിന്റെ മുഖപ്രസംഗത്തിൽ ഉടനെ തന്നെ കേരളത്തിലെ UDF സർക്കാരിനെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നുണ്ട്. ഒരെതിർപ്പുമില്ലാതെ ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് അഭിനന്ദനം. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ RSSന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഇന്ത്യയിലെ ഏക BJP ഇതര മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അത് കഴിഞ്ഞ് ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്കൂ. സെക്രട്ടറിയായി അദ്ദേഹം രത്തൻ ഖേൽക്കറിനെയാണ് തെരഞ്ഞെടുത്തത്. ആരാണ് രത്തൻ ഖേൽക്കർ? ഒരു IAS ഓഫീസറാണ്, സംഘപരിവാരത്തിന്റെ ഇഷ്ടക്കാരൻ. ആ പേരെന്നു മുതലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും വിതരണം ചെയ്ത ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലറിൽ BJP സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സീലാണ് പതിച്ചിരുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ആഫീസ് BJP ആഫീസാക്കി മാറ്റിയ വിദ്വാനാണ് രത്തൻ കേൽക്കർ. ആ രത്തൻ കേൽക്കറെ തെരഞ്ഞെടുപ്പിച്ച് സെക്രട്ടറിയാക്കി. അദ്ദേഹം സിവിൽ സർവീസ് ഓഫീസറാണ്. ഏതെങ്കിലും പ്രധാന പദവിയൊക്കെ ഉണ്ടാവും, അതിനൊന്നും എതിർപ്പില്ല. പക്ഷെ അയാളെ തന്നെ മുഖ്യമന്ത്രി എന്തിനു സെക്രട്ടറിയാക്കി? അതാണ് നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ അവതരിപ്പിച്ചു. 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു വാക്കുപോലുമില്ല. നമുക്ക് തരാനുള്ള 1,00,000 കോടിയോളം രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 1,00,000 കോടി ചില്ലറയല്ല. ഒന്നെന്ന് എഴുതിയിട്ട് 12 പൂജ്യം ഇടണം, അപ്പോഴാണ് 1,00,000 കോടി. ആ കേന്ദ്രത്തിനെതിരെ ദുർബലമായ ഒരു വിമർശനം പോലുമില്ല. 10 കൊല്ലത്തിന് ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം. നയപ്രഖ്യാപനം വന്ന ഉടനെ BJP സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. ഈ നയപ്രഖ്യാപനം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പകർത്തിയെടുത്തതാണ്, ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പില്ല. ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്.